ഹായ് എവരിവൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2016 പബ്ലിഷ് ചെയ്യപ്പെട്ട മനു എസ് പിള്ളയുടെ ഐവറി ത്രോൺ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ റിവ്യൂ ആയിട്ടാണ്. അഥവാ ദന്തസിംഹാസനം. മലയാളത്തിലോട്ടും അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദന്തസിംഹാസനം എന്ന പേരിൽ അത് DC ബുക്സ് മലയാളത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പുസ്തകത്തിന്റെ ഉള്ളിലോട്ട് കടന്നു നോക്കാം. എന്താണ് പുസ്തകം എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് അതിലെ കണ്ടന്റ്, എന്താണ് പ്ലോട്ട്, അല്ലെങ്കിൽ എന്താണ് ഈ ദന്തസിംഹാസനം എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് ഈ രീതിയിലായിരുന്നില്ല. ഒരുപാട് നാട്ടുരാജ്യങ്ങളായിട്ട് കടന്നിരുന്ന സ്ഥലമായിരുന്നു നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അതിനുശേഷം ബ്രിട്ടീഷുകാർ വരുന്നു, കോളനിവൽക്കരണം. അതിനുശേഷം സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് നമ്മൾ വിവിധ സ്റ്റേറ്റുകളായിട്ട് ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപീകൃതമാകുന്നു. ഇങ്ങനെയൊക്കെയാണ്. അപ്പോ ഈ നാട്ടുരാജ്യങ്ങളായിട്ട് കടന്നിരുന്ന സമയത്ത് ഏറ്റവും പ്രബലമായിരുന്ന നാട്ടുരാജ്യങ്ങളിൽ ഒന്നായിരുന്നു നമ്മുടെ തിരുവിതാംകൂർ നാട്ടുരാജ്യം. അത് നമുക്ക് അറിവുള്ള കാര്യമാണ്. 1729 മുതൽ 1949 വരെ നിലനിന്നിരുന്ന ഒരു നാട്ടുരാജ്യമാണ് ഈ തിരുവിതാംകൂർ എന്ന് പറയുന്നത്. മാർത്താണ്ഡവർമ്മ മുതൽ ഇങ്ങ് ചിത്തിര തിരുനാൾ വരെ ഭരിച്ചിട്ടുള്ള രാജ്യം. പിന്നീട് 1956 ഈ ഒരു തിരുവിതാംകൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യം കൂടി ചേർന്നുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനമായിട്ടുള്ള കേരളം നിലവിൽ വരുന്നത്. തിരുവിതാംകൂർ നാട്ടുരാജ്യത്തെ മനസ്സിലാക്കുക എന്നുള്ളത് സത്യത്തിൽ നമ്മുടെയൊക്കെ ഇന്നലകളെ മനസ്സിലാക്കുന്നതിന് തുല്യമാണ്. കാരണം നമുക്കറിയാം, നമ്മുടെയൊക്കെ ചരിത്രത്തിലോട്ട് പോകുന്ന സമയത്ത് ഈ പറയുന്ന തിരുവിതാംകൂർ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ ഭാഗമാവുന്നു. അതിനു മുമ്പ് അതൊരു നാട്ടുരാജ്യമായിട്ട് കിടക്കുന്നു. അപ്പോൾ ഇന്ന് ഈ പറയുന്ന പ്രദേശം കേരളത്തിന്റെ ഭാഗമാണ്, ഇന്ത്യയുടെ ഭാഗമാണ്. അപ്പൊ ഇതിലെ ഈ പറയുന്ന ചരിത്രം, അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്, നടന്നിട്ടുള്ളതും, അതുപോലെ തന്നെ ആരൊക്കെ അവിടെ ഭരിച്ചിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഇന്നലകളെ മനസ്സിലാക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമ്മളെപ്പോഴും, ഇല്ലെങ്കിൽ ഭൂരിപക്ഷം ആളുകളും, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധവും അതുപോലെ തന്നെ ജനങ്ങളും രാജ്യവും തമ്മിലുള്ള യുദ്ധവും മാത്രമാണ് ശ്രദ്ധിച്ചു പോകാറുള്ളത്. എപ്പോഴെങ്കിലും ഈ പറയുന്ന രാജ്യങ്ങൾക്കുള്ളിൽ, അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന ആ ഒരു കുടുംബത്തിനുള്ളിൽ എന്താണ് നടന്നിരിക്കുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ ഇടയിൽ നടന്നിട്ടുണ്ടായിരിക്കുക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എത്ര പേര് ശ്രമിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിലൊരു കൗതുകം ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? അഥവാ ഇനി അതിലൊരു കൗതുകം തോന്നിയിട്ട് ഈ പറയുന്ന അവരുടെ രാജകുടുംബത്തിന്റെ ഹിസ്റ്ററിയൊക്കെ ഒന്ന് അന്വേഷിച്ചു പോയാൽ, രാജകുടുംബത്തിനുള്ളിൽ ആ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പോയാൽ പൊടിപ്പും തൊങ്ങലും വെച്ചിട്ടുള്ള ഈ ആളുകൾ, ഓരോ ആളുകളും അവരുടെ ഭാവനയ്ക്കനുസരിച്ച് കൂട്ടി 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 വന്നിട്ടുള്ള കഥകളായിരിക്കും നമുക്കൊക്കെ കിട്ടുന്നുണ്ടാവുക. അപ്പോ ഏത് സോഴ്സിൽ നിന്ന്, അല്ലെങ്കിൽ എങ്ങനെ വരുന്ന കഥയാണ് വിശ്വസിക്കേണ്ടത്, ഏതാണ് കൃത്യമായുള്ള സോഴ്സിൽ നിന്ന് വരുന്നത് എന്നുള്ളത് വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ഒരു സോഴ്സ് തപ്പി നടക്കുന്ന ആളാണെങ്കിൽ ഈ പറയുന്ന രാജ്യം, ആ രാജ്യത്തിന് ബാഹ്യമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ രാജ്യം ബാഹ്യമായിട്ടുള്ള പ്രശ്നങ്ങളിൽ അവരുടെ ഈ പറയുന്ന ഭരണാധികാരികൾ ഇടപെടുന്നു, അത് ഒത്തുതീർപ്പാവുന്നു, ജനങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ഏകദേശം റെക്കോർഡ് ചെയ്യപ്പെട്ടതാണ്, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടവയാണ്, നമുക്ക് ഏകദേശം അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഈ കുടുംബങ്ങൾക്കുള്ളിൽ എന്താണ് നടന്നിട്ടുണ്ടാവുക, അവരുടെ ഒരു അധികാര വടംവലി, അതുപോലെ തന്നെ നയതന്ത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ഒരു പൊളിറ്റിക്സ്, ഇതൊന്നും സത്യത്തിൽ നമുക്ക് വ്യക്തമായിട്ട് അറിവില്ല. അപ്പോ അതിനെ കൃത്യമായിട്ട് ഒരു കഥ പറയുന്ന രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള പുസ്തകമാണ് സത്യത്തിൽ ഈ മനു എസ് പിള്ളയുടെ ദന്തസിംഹാസനം എന്ന് പറയുന്നത്. തിരുവിതാംകൂർ രാജ്യത്തെ റാണിയായിരുന്ന സേതു ലക്ഷ്മിബായിയുടെ ജീവിതത്തെ കേന്ദ്രീകരിച്ചാണ് ഈ ഒരു പുസ്തകം പ്രധാനമായിട്ടും മുന്നോട്ട് പോകുന്നത്. മറ്റുള്ള ഭരണാധികാരികളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി പുരോഗമനപരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരു റാണിയായിരുന്നു ഈ പറയുന്ന സേതു ലക്ഷ്മിബായി. പക്ഷേ അവസാന നാളുകൾ എത്തുന്ന സമയത്ത് ആ ഒരു കൊട്ടാരത്തിൽ ഉയർന്നിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് കൊടിയെ ചൊല്ലി അവസാനം ഈ പറയുന്ന കൊട്ടാരം ഉപേക്ഷിച്ച് ഓടിപ്പോണ്ടി വന്നതും ഇതേ റാണിക്കായിരുന്നു. എന്താണ് തിരുവിതാംകൂർ മഹാരാജ്യം, എങ്ങനെയാണ് ആ രാജ്യത്തിനകത്ത് ദൈനംദിന കാര്യങ്ങൾ നടന്നു പോയിട്ടുള്ളത്, ആ ഒരു കാലഘട്ടത്തിൽ ഈ രാജ്യം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു മതവിശ്വാസം വഹിച്ചിട്ടുള്ള പങ്ക് എത്രമാത്രമുണ്ട്, അതുപോലെ തന്നെ ഇവർക്കിടയിലുള്ള അധികാര വടംവലികൾ എങ്ങനെയാണ് രാജ്യത്ത് വിവിധ തരത്തിലുള്ള ഭവിഷ്യത്തുകൾ തീർത്തിട്ടുള്ളത്. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ പുറപ്പെടുവിച്ചിട്ടുള്ള ക്ഷേത്രപ്രവേശന വിളംബരം നമുക്കറിയാം, ഇപ്പോഴും നമ്മുടെ സിലബസിലൊക്കെ ഉണ്ട്. ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, എല്ലാവരും തന്നെ പഠിക്കുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത്. പക്ഷേ ഇതിന്റെ നിജസ്ഥിതി, ഇതിന്റെ പുറകിൽ എന്തായിരുന്നു, കൃത്യമായിട്ട് എന്തായിരുന്നു കാരണം എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അന്യമാണ്. അതൊന്നും നമ്മുടെ സിലബസിലോ അല്ലെങ്കിൽ ക്ലാസ്സുകളിലൊന്നും ചർച്ച ചെയ്ത് വരാറില്ല. അപ്പോൾ ആ ഒരു നിജസ്ഥിതി എന്തായിരുന്നു ഇതിന്റെ പുറകിൽ എന്നുള്ളതും ഈ ഒരു പുസ്തകത്തിനകത്ത് ഉണ്ട്. എങ്ങനെയാണ് ബ്രിട്ടൻ ഈ ഒരു തിരുവിതാംകൂറിന് മുകളിൽ അധികാരം സ്ഥാപിച്ചത്, പിന്നീട് കേരളത്തിൽ കമ്മ്യൂണിസം വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധിയായിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ ഒരു മനു എസ് പിള്ളയുടെ ദന്തസിംഹാസനം എന്ന് പറയുന്ന പുസ്തകം. നമ്മുടെ തന്നെ ഇന്നലകളെ കുറിച്ചും, ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളെ കുറിച്ചും, അവിടെ ഉണ്ടായിരുന്ന നയതന്ത്ര ബന്ധങ്ങളെ കുറിച്ചും, പിന്നീട് ബ്രിട്ടീഷ് കോളനി വരുന്ന സമയത്തും കമ്മ്യൂണിസം വരുന്ന സമയത്തും എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് എന്നതിനെ കുറിച്ചും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വായിച്ചിരിക്കാൻ പറ്റുന്ന പുസ്തകമാണ് ഈ മനു എസ് പിള്ള എഴുതിയിട്ടുള്ള ഐവറി ത്രോൺ എന്ന് പറയുന്ന ദന്തസിംഹാസനം.
അപ്പൊ എല്ലാവരും ഈ ഒരു പുസ്തകം ചെക്ക് ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ചരിത്ര വിദ്യാർത്ഥികൾ ഇല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻസ് ആയിട്ടിരിക്കുന്ന ആളുകൾ, ഇല്ലെങ്കിൽ ഒരു കൗതുകം കൊണ്ട് ഇതൊക്കെ തന്നെ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഈ ഒരു പുസ്തകം ചെക്ക് ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു പുസ്തകമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.